എന്തുകൊണ്ടാണ്? രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ടാണ്. സമാധാനത്തിൽ കഴിക്കാൻ പറ്റുന്നില്ല. സമാധാനത്തിൽ കഴിക്കാൻ പറ്റുന്നില്ല. സമാധാനത്തിൽ കഴിക്കണം. മനസ്സിലായി? സമാധാനത്തിൽ കഴിക്കണം. അപ്പോൾ ഭക്ഷണം സമാധാനത്തിൽ കഴിക്കുമ്പോൾ ഐശ്വര്യം ഉണ്ടാവും. സമാധാനത്തിലിരിക്കാനും പറ്റും. കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും നല്ല ദിവസം ആഘോഷിക്കുന്നു. ഞാൻ ഇറങ്ങുന്നു, പിന്നെ എപ്പോഴെങ്കിലും വരാം. സുഖമല്ലേ? നിങ്ങൾ ബോധത്തെക്കുറിച്ച് എന്താണ് അറിയുന്നത്? നിങ്ങളെ പഠിക്കുന്നു ഞാൻ. ഇത് നിങ്ങളുടെ കൃഷിയിടങ്ങളാണോ? അതെ, ഇത് നമ്മളിവിടെ ഉള്ള നമ്മുടെ അയൽവാസി ഒരു ചെറിയ രീതിയിൽ നമ്മളൊരു 50-50 പാട്ടത്തിന് എടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് കൃഷി മന്ത്രിയുണ്ട്. ഒരു കൃഷി മന്ത്രിയുണ്ട് നമ്മുടെ അയൽവാസി. അങ്ങനെ പുള്ളിക്കാരുടെ താല്പര്യമാണ്, നമ്മളും അതിൻ്റെ ഭാഗമാണ്. ബോധത്തെക്കുറിച്ചുള്ള അറിവ് അത് പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ സഞ്ചരിക്കേണ്ടി വരുന്നു. അതിനുശേഷം വല്ലാത്തൊരു കുറ്റബോധം. അപ്പം നമ്മൾ ഈ ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ രുചിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്വാസത്തെ അനുഭവിക്കാൻ സാധിക്കണം. ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ശ്വാസം കൂടി ശ്രദ്ധിക്കണം. ശ്വാസം രുചിയാണ്. ശ്വാസം ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ ഭക്ഷണം നന്നായിട്ട് ദഹിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടേണ്ടതുപോലെ കിട്ടണം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ അളവ് കുറയാൻ പാടില്ല. സംസാരിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ അളവ് കുറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ പോയി. പിന്നെ എങ്ങനെയാണ് നല്ലൊരു ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പിന്നെ നല്ല ബന്ധം ഉണ്ടാകത്തില്ല. നന്ദിനി വ്ളോഗ്സ് ഹായ്. അൺസോർട്ടഡ് ഹായ് കൂട്ടുകാരെ. എം പി ഹായ്. ചിഞ്ചു VS. ഭഗവത്ഗീതയിൽ വ്യാസമഹർഷി കൃഷ്ണൻ ദൈവമാണെന്ന് പറയുന്നു. പിന്നെ അടുത്ത് പറയുന്നു കൃഷ്ണൻ പരമാത്മാവാണ് ദൈവം എന്ന് പറയുന്നു. ഇതിലാരാണ് ദൈവം? ഭഗവത്ഗീത നിങ്ങൾ മുഴുവനും വായിച്ചിട്ടില്ല, മനസ്സിലായോ? ഭഗവത്ഗീത മുഴുവനും വായിക്കുക. ഭഗവത്ഗീത വായിക്കുമ്പോൾ സത്യസന്ധമായിട്ട് വായിക്കുക. ഓക്കെ? അതല്ലാണ്ട് ഭഗവത്ഗീതയെ പറ്റി നിങ്ങൾ മറ്റൊരാളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പുസ്തകം വായിച്ചിട്ടില്ല, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടില്ല. പിന്നെ അതിനകത്ത് നിന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഭഗവത്ഗീതയല്ല, നമ്മൾ ഇപ്പോൾ ഖുറാനെ പറ്റിയാണ് ഒരാൾ പറയുന്നതെങ്കിൽ അത് വായിച്ചിട്ടില്ല. മനസ്സിലായി? ഖുറാനെ പറ്റി ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പുസ്തകം വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ പറ്റി പറയുന്നത്. അത് വായിച്ചിട്ടില്ല. വായിച്ചാൽ വായിച്ചവൻ സംസാരിക്കണം. മനസ്സിലായി? വായിച്ച പുസ്തകത്തെ പറ്റി അല്ല പറയേണ്ടത്. കാരണം ദഹിച്ചിട്ടില്ല. അപ്പം ഭഗവത്ഗീതയോ ഖുറാനോ ബൈബിളോ ഉപനിഷത്തോ ഇതൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോകരുതും. കാരണം അത് വായിച്ചവനല്ല സംസാരിക്കുന്നത്, അത് വായിക്കാത്തവനാണ് സംസാരിക്കുന്നത്. ഇത് ആ പുസ്തകം കണ്ടതേ ഉള്ളൂ, വായിച്ചിട്ടില്ല. വായിച്ചാൽ അത് ദഹിക്കണം. ദഹിച്ചിട്ട് ആള് തെളിയണം, ആള് തെളിഞ്ഞു വരണം. മനസ്സിലായോ? ഇപ്പോൾ നമുക്കിവിടെ കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, വക്കീലുമാരുണ്ട്. വക്കീല് പറയണ് എൻ്റെ കക്ഷിക്ക് ഞാൻ നീതി കൊടുക്കും, എൻ്റെ കക്ഷിക്ക് ഞാൻ നീതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ വക്കീലിൻ്റെ അടുത്ത് പോകരുത്. മനസ്സിലായോ? എൻ്റെ കക്ഷിക്ക് അല്ല, 2 കക്ഷിക്ക് നീതി കൊടുക്കുന്നതാണ് വക്കീൽ. മനസ്സിലായോ? 2 കക്ഷിക്ക് നീതി കൊടുക്കുന്നതാണ് കോടതി. അതാണ് അവൻ നീതിയുള്ളവനാണ്, അവന് നിയമങ്ങൾ അറിയാവുന്നവനാണ്. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അയാളുടെ വീട്ടിൽ കാശുണ്ടാക്കാനല്ല,